നമസ്കാരം. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പണിതുകൊണ്ടിരിക്കുന്ന NH-66ന്റെ പുരോഗതിയെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അവലോകനം നടത്തുകയുണ്ടായി. ഈ യോഗത്തിൽ മുഖ്യമന്ത്രിയെ കൂടാതെ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിൽ നിന്നായി ഉദ്യോഗസ്ഥരും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രതിനിധികളും കരാർ കമ്പനിയുടെ പ്രതിനിധികളും പങ്കെടുത്തു. വിവിധ റീച്ചുകളിലെ പുരോഗതിയും പ്രശ്നങ്ങളുമായിരുന്നു പ്രധാന വിഷയം. ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. പണിയുടെ പുരോഗതി നോക്കുകയാണെങ്കിൽ 4 റീച്ചുകളിൽ 80% വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. തലപ്പാടി ചെങ്കള, കോഴിക്കോട് ബൈപ്പാസ്, രാമനാട്ടുകര വളാഞ്ചേരി, വളാഞ്ചേരി കാപ്പിരിക്കാട് എന്നിവയാണ് ആ 4 റീച്ചുകൾ. ഈ 4 റീച്ചുകളും 2025 മാർച്ച് 31 കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ തുറവൂർ മുതൽ പറവൂർ വരെയുള്ള ഭാഗത്താണ് ഏറ്റവും കുറച്ച് പണികൾ നടന്നിരിക്കുന്നത്. ഇവിടെ 27% മാത്രം പണികളാണ് നടന്നിരിക്കുന്നത്. അതുപോലെ മറ്റൊന്നാണ് തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ട കടമ്പാട്ടുകോണം കഴക്കൂട്ടം റീച്ച്. ഇവിടെ 36% പണികൾ കഴിഞ്ഞു. പിന്നെയുള്ളത് തുറവൂർ മുതൽ അരൂർ വരെ പണിയുന്ന എലിവേറ്റഡ് ഹൈവേ ആണ്. ഇതിന്റെ 41% പണികളാണ് കഴിഞ്ഞിരിക്കുന്നത്. മറ്റ് റീച്ചുകളെ അപേക്ഷിച്ച് ഇവിടെ താമസിച്ചാണ് പണി തുടങ്ങിയത്. മാത്രവുമല്ല, ഇതിന്റെ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്നത് 2026-ലുമാണ്. 2024 ഓഗസ്റ്റിൽ ഇവിടത്തെ പുരോഗതി വിലയിരുത്തിയപ്പോൾ 26% ഇപ്പോൾ 2024 ഡിസംബർ ആയപ്പോഴേക്കും 41% എത്തിയിട്ടുണ്ട്. ജനങ്ങൾക്കേറെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിലും തെറ്റില്ലാത്ത രീതിയിൽ വർക്കുകൾ പുരോഗമിക്കുന്ന ഒരു റീച്ചാണ് ഇവിടം. കേരളത്തിലെ മറ്റ് റീച്ചുകളുടെ കാര്യം നോക്കിയാൽ എല്ലാം തന്നെ 50%-നും 60%-നുമൊക്കെ മുകളിൽ എത്തിയിട്ടുണ്ട്. മണ്ണിന്റെ ലഭ്യത കുറവ് തന്നെയാണ് വർക്കുകൾ തീർക്കുന്നതിൽ പ്രധാന തടസ്സമായി കരാർ കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നത്. പല സ്ഥലങ്ങളിലും പെർമിറ്റ് കിട്ടാത്തതാണ് പ്രശ്നം. ഇനി പെർമിറ്റ് ഉള്ള സ്ഥലങ്ങളിൽ പോലും ചില തദ്ദേശീയമായ എതിർപ്പുകളും വരുന്നുണ്ട്. കരയിൽ നിന്ന് മണ്ണ് ലഭിക്കാത്തതിനാൽ ജലാശയങ്ങളെ ആശ്രയിക്കാൻ നിർബന്ധിതരാവുകയാണ് കരാർ കമ്പനികൾ. 7 ജലാശയങ്ങളിൽ നിന്നായി മണ്ണെടുക്കാനുള്ള അനുമതിയാണ് വിവിധ കരാർ കമ്പനികൾ തേടിയത്. എന്നാൽ ഇവയിൽ അഷ്ടമുടി കായലിൽ നിന്നും വേമ്പനാട് കായലിൽ നിന്നും മാത്രമാണ് ഇപ്പോൾ മണ്ണെടുക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം കേട്ട മുഖ്യമന്ത്രി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെ വിളിച്ച് തടസ്സങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഉത്തരവിട്ടു എന്നാണ് അറിയുന്നത്. എന്തു തന്നെയായാലും 2025 ഡിസംബറിനകം തന്നെ എല്ലാ പണികളും തീർക്കുമെന്നാണ് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും പറയുന്നത്. ഓരോ മാസവും കുറഞ്ഞത് 5% പണികൾ നടത്താത്ത കമ്പനികളെ പുറത്താക്കുമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയും പറഞ്ഞിരിക്കുന്നത്. നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ ആവശ്യാനുസരണം ലഭ്യമായി കഴിഞ്ഞാൽ 2025 ഡിസംബറിന് മുമ്പ് തന്നെ എല്ലാ പണികളും തീർക്കാൻ കഴിയുമെന്നാണ് കരാർ കമ്പനികളും അവകാശപ്പെടുന്നത്. ഈയൊരു അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നു. ഒപ്പം സംസ്ഥാനത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഉണ്ടായിരുന്നു. NH-66ന്റെ പണികൾ 2025 ഡിസംബറിന് മുമ്പ് തന്നെ തീർക്കാനുള്ള എല്ലാ നടപടികളും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഇതോടൊപ്പം തന്നെ വരുന്ന 20 വർഷത്തെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് കേരളം 17 റോഡ് പദ്ധതികൾക്കാണ് കേന്ദ്ര അനുമതി തേടിയത്. ഇതിൽ 7 പദ്ധതികളുടെ പുതുക്കിയ അലൈൻമെന്റുകൾ കേന്ദ്രം അംഗീകരിച്ചു. ഇതിൽ ദീർഘകാലമായുള്ള കേരളത്തിന്റെ ആവശ്യമായ പുനലൂർ ബൈപ്പാസും ഉൾപ്പെടും. ശബരിമല തീർത്ഥാടന കാലത്തൊക്കെ പുനലൂരിൽ വളരെയധികം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാറുണ്ട്. നിർമ്മാണ വസ്തുക്കളുടെ സംസ്ഥാന GSTയും റോയൽറ്റിയും ഒഴിവാക്കുക എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ പ്രധാന ഡിമാൻഡ്. പിന്നെ സ്ഥലമേറ്റെടുപ്പാണ് അടുത്ത പ്രധാന വെല്ലുവിളി. ഇന്ത്യയിൽ പ്രധാന നഗരങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഏറ്റവും കൂടുതൽ ലാൻഡ് വാല്യൂ ഉള്ള സ്ഥലവും കേരളം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ അതനുസരിച്ചുള്ള നഷ്ടപരിഹാരം ഉടമകൾക്ക് നൽകേണ്ടതായി വരും. അതിൽ ഒരു ഉപേക്ഷ വിചാരിക്കുമ്പോഴാണ് കേരളത്തിലെ പല റോഡ് പദ്ധതികളും നടക്കാതെ പോകുന്നത്. NH-66ന് നൽകിയതുപോലുള്ള നഷ്ടപരിഹാര പാക്കേജുകളുമായി വന്നാൽ കേരളത്തിൽ പുതിയ റോഡ് പദ്ധതികൾ നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നല്ലൊരു നാളേക്കായി ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കാം. താങ്ക് യു.